നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 25, 2025 ചൊവ്വ. അങ്ങനെ ഇന്ന് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റിൽ വോൾട്ടാലിറ്റി എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പ്രോഫിറ്റ് ബുക്കിംഗ് തുടങ്ങി ഇന്നലെ നമ്മൾ പോസ്റ്റ് മാർക്കറ്റിൽ കണ്ട കാരണങ്ങൾ കൊണ്ട് തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 4171.75 കോടി രൂപയ്ക്ക് സെല്ലിംഗ് നടത്തിക്കൊണ്ട് സെല്ലിംഗ് വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 4512.87 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിക്ക് ഇന്ന് 26,100 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലിട്ട് നിലനിൽക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ നിലവിലെ 52 വീക്ക് ഹൈയുടെ അടുത്തേക്കായിട്ടും മാത്രമല്ല നിലവിലെ റെക്കോർഡ് ഹൈകൾ മറികടന്നുകൊണ്ട് പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അതേസമയം ഇന്ന് നിഫ്റ്റിയിൽ ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 25,850 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് മാറിയേക്കാം. മാത്രവുമല്ല നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,850 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ലെവലാണ് കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിയുടെ വീക്ക്ലി ലോയും. തുടർന്ന് അടുത്ത സപ്പോർട്ടായിട്ട് 25,800 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് മാറിയേക്കാം. അതേസമയം 25,700 എന്ന ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്നലെ ആകെ ഒരു ഗ്ലോബൽ ഇവന്റ് ആയിരുന്നു നിലനിന്നിരുന്നത്. അത് ജർമ്മനിയിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട നവംബർ മാസത്തെ ഇൻഫോ ബിസിനസ് ക്ലൈമറ്റ് ഡേറ്റയുടെ റിലീസായിരുന്നു. ഇന്നലെ റിലീസ് ചെയ്യപ്പെട്ട ജർമ്മനിയിലെ ഇൻഫോ ബിസിനസ് ക്ലൈമറ്റ് ഡേറ്റ മാർക്കറ്റിനെ നിക്ഷേപകരെ നിരാശപ്പെടുത്തുകയുണ്ടായി. ഒക്ടോബറിലെ 88.4 നിന്നും മാർക്കറ്റ് ഫോർകാസ്റ്റ് ചെയ്തിരുന്നത് 88.5 എന്നായിരുന്നെങ്കിൽ ഒക്ടോബറിലെ 88.4 നിന്നും നവംബർ ആയപ്പോൾ 88.1 ആയി ചുരുങ്ങുകയാണ് ഉണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US നിന്നും സെപ്റ്റംബർ മാസത്തെ PPI ഡാറ്റയുടെ റിലീസ് ഉണ്ട്. അതുകൂടാതെ സെപ്റ്റംബർ മാസത്തിൽ തന്നെ റീറ്റെയിൽ സെയിൽസ് ഡാറ്റയുടെ റിലീസും കാത്തിരിക്കുന്നു. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് മാത്രമേ 0.99% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം വിപ്രോ ADR ഫ്ലാറ്റ് ആയിട്ടും ഡോക്ടർ റെഡ്ഡീസിന് 2%-അടുത്തും ഇൻഫോസിസ് ADRന് 2%-ലേറെ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ HDFC ബാങ്ക് ICICI ബാങ്ക് ADRകൾക്ക് 1%-അടുത്ത് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. കഴിഞ്ഞ ഞായറാഴ്ച മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിൽ നമ്മൾ കണ്ട പോലെ തന്നെ ഫെഡറൽ റിസർവ് ബാങ്ക് ഓഫ് ന്യൂയോർക്കിന്റെ പ്രസിഡന്റായ ജോൺ വില്യംസിന്റെ ചിലിയിലെ പ്രസംഗത്തിൽ ഡിസംബറിൽ വരാനിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനെ കുറിച്ചുള്ള ഡോവിഷ് ആയിട്ടുള്ള കമന്റ് വന്നതിനെ തുടർന്ന് അതിന്റെ ഒരു പ്രതിഫലനം ഇന്നലെ US മാർക്കറ്റിൽ ദൃശ്യമായി. തൽഫലമായി ഇന്നലെ US മാർക്കറ്റിൽ S&P 500-ന് 1.5%-ന്റെയും നാസ്ഡാക്കിന് 2.68% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ഡോ ജോൺസ് ഫ്യൂച്ചറും നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ഫ്രാൻസ് മാർക്കറ്റുകൾക്ക് 0.5% താഴെ നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ജർമ്മൻ മാർക്കറ്റിന് 0.5%-ലേറെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇന്ന് വെളുപ്പിനെ 2:45 ക്ലോസ് ആയ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് 0.5%-ലേറെയും കൊറിയൻ മാർക്കറ്റ് 1.5%-ലേറെയും നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ബ്രന്റ് ക്രൂഡിന്റെ വിലയിലും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ നേരിയ ഉയർച്ചയാണ് ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം കാണുവാനായിട്ട് സാധിക്കുക. ബ്രന്റ് ക്രൂഡിന്റെ വില 63.28 എന്ന നിലയിലും ബ്രന്റ് ക്രൂഡിന്റെ വില 58.85 എന്ന ലെവലിലേക്ക് ഉയർന്നുകൊണ്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വിലയും കുതിച്ചുയരുകയുണ്ടായി. 4,139.48 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.66 എന്ന നിലയിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. മാക്സ് പെയിൻ 26,000 എന്ന ലെവലിലേക്കും. ഇന്നലെ ഉണ്ടായ ഫോളിനെ തുടർന്ന് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ലോങ് ബെയറിഷ് ക്യാൻഡിലാണ് ദൃശ്യമാകുന്നത്.
ചെയ്യുന്നത്. മാത്രവുമല്ല, ഇന്നലത്തെ ഫോളിനെ തുടർന്ന് നിഫ്റ്റി ഇൻട്രാഡേ ബേസിസിൽ അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 10 ഡേ ടെസ്റ്റ് ചെയ്തെങ്കിലും ക്ലോസിംഗ് ബേസിസിൽ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. RSIയും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 57.38 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,100 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുക. 26,000 എന്ന സ്ട്രൈക്കിലാണ് അതേസമയം പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. ഹയർ ലെവൽസിലുള്ള വീക്ക്നെസ്സിനെയും സെല്ലിംഗ് പ്രഷറിനെയും സൂചിപ്പിച്ചുകൊണ്ട് എബവ് ആവറേജ് വോളിയത്തോടുകൂടി ലോങ് അപ്പർ ഷാഡോയും മൈനർ ലോവർ ഷാഡോസോടും കൂടിയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. RSIയും ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി 63.05 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. തുടർന്ന് RSIയും 63.05 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായി. എങ്കിലും ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 60,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 59,300 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. 58,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 57,900 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് പ്രവേശിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചർ അദാനി എനർജി സൊല്യൂഷന്റെ ഭാഗത്ത് നിന്നും 276.05 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. സൂര്യ റോഷ്നി 105.18 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഇറൈസ് ലൈഫ് സയൻസ് കമ്പനി അതിന്റെ അനുബന്ധ സ്ഥാപനമായ സിസ് പാരന്റ്സിലെ ശേഷിക്കുന്ന 30% വരുന്ന ഓഹരികൾ നൈഷാദ് ഷായിൽ നിന്നും 423.3 കോടി രൂപയ്ക്ക് വാങ്ങാൻ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. സീഗൾ ഇന്ത്യ 400/220 kV ബെൽഗാവ് സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനായി REC പവർ ഡെവലപ്മെന്റ് ആൻഡ് കൺസൾട്ടൻസിയിൽ നിന്ന് കമ്പനിക്ക് പുതിയ ഓർഡർ ലഭിക്കുകയുണ്ടായി. നീരജ് സിമെന്റ് സ്ട്രക്ചറൽസ് നാഷണൽ ഹൈവേ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നും 220.14 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. പവന ഇൻഡസ്ട്രീസ് നിർദ്ദിഷ്ട പദ്ധതികൾക്കായി അടുത്ത 3 മുതൽ 5 വർഷത്തിനുള്ളിൽ 250 കോടി രൂപ നിക്ഷേപിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് കമ്പനി ഉത്തർപ്രദേശ് സർക്കാരുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പിടുകയുണ്ടായി. ഹഡ്കോ നഗര അടിസ്ഥാന സൗകര്യ വികസനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരസ്പര താൽപര്യമുള്ള പരിപാടികൾ വികസിപ്പിക്കുന്നതിനായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അർബൻ അഫയേഴ്സുമായി ഒരു ധാരണാപത്രത്തിൽ കമ്പനി ഒപ്പുവയ്ക്കുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.